Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA തേർഡ് സെമസ്റ്റർ വൺ ടൈം സപ്ലിമെന്ററി എക്സാം 2014-15-16 അഡ്മിഷൻ സ്റ്റുഡൻസിന്റെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ തേർഡ് സെമസ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആണ്. നിസ്സംശയം പറയാൻ സാധിക്കും ആ ഒരു പേപ്പറിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള റിക്വസ്റ്റിൻ്റെ ബേസിൽ നമ്മൾ ഇന്നലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ അതിനുശേഷം ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നുള്ള മറ്റൊരു റിക്വസ്റ്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം തേർഡ് സെമസ്റ്റർ 2014-15 അഡ്മിഷൻ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും എല്ലാ അഡ്മിഷൻ സ്റ്റുഡൻസിൻ്റെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ടാണ്. 2014-2015 അഡ്മിഷൻ 80 മാർക്സ് 3 അവേഴ്സ്. സോ ഫസ്റ്റ് പാർട്ട് വരുന്നത് നമുക്കറിയാം MCQ ക്വസ്റ്റ്യൻസ് ആണ്. അതിപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, ഒരുപാടുള്ളതുകൊണ്ട് തന്നെ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ആയിട്ടൊന്നും വരില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് 1 മാർക്സിൻ്റെ ചോദ്യങ്ങളൊരു 5 എണ്ണം, ദെൻ അതിനുശേഷം എന്താണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒരു 5 എണ്ണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല മെയിനായിട്ട്. ഇപ്പോൾ ആദ്യത്തെ ബോൺഷേഴ്സ് ഒരു 5 ക്വസ്റ്റ്യൻസ് കേട്ടോ, നമുക്ക് നോക്കാം. ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് മെയിൻ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയാസാണ്. 2 മാർക്സ് തൊട്ടിട്ടുള്ളതാണ് മെയിനായിട്ട്. ഈ 1 വേർഡ് നമുക്ക് ഏത് ചോദ്യങ്ങൾ വേണമെങ്കിൽ വരാം. നമുക്ക് ഈ ഏരിയയിലോട്ടാണ് മെയിനായിട്ട് പോകേണ്ടത്. ഷോർട്ട് ആൻസർ 8 ചോദ്യങ്ങളുണ്ട്, 8 ചോദ്യങ്ങൾ എഴുതണം നമുക്ക് 10 എണ്ണത്തിൽ നിന്ന്. ഇതാണല്ലോ നമ്മുടെ പാർട്ട് B. അപ്പോൾ വന്നിട്ടുള്ള റിപ്പീറ്റ് ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോകുകയാണെങ്കിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടായിരുന്നു നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂൾ നല്ല രീതിയിൽ നോക്കുക. അത് മാത്രമല്ല എല്ലാ മൊഡ്യൂളിൻ്റെയും ബേസിക് ചോദ്യങ്ങൾ നോക്കുക. അതിൽ നിന്നായിരിക്കും 2 മാർക്സ് ചോദിക്കുക. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ സാധിക്കും. നോക്കിയേ, ഫസ്റ്റ് മൊഡ്യൂളിൽ ഇഷ്യൂ ഷെയർസിൽ നിന്നുള്ളതാണ്. നമ്പർ 1, വാട്ട് ഈസ് റീഷ്യോ ഫോർഫിറ്റ് ഷെയർ? ഷെയർ ഫോർഫിറ്റ് ചെയ്തിട്ട് റീഷ്യൂ നടത്തുന്ന പരിപാടിയാണ്. അപ്പോൾ റീഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? 2 മാർക്സ്, വളരെ ഈസി അല്ലേ? ക്യാൻസലേഷന് ശേഷം നമ്മളത് വീണ്ടും മറ്റൊരു വ്യക്തികൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, റീഷ്യൂ നടത്തുമ്പോൾ അതിനെയാണ് റീഷ്യോ ഫോർഫിറ്റ് ഷെയർ എന്ന് പറയാം. ബൈബാക്ക് ഓഫ് ഷെയർസ്, നമ്മുടെ ഷെയർ നമ്മൾ തന്നെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ അല്ലേ, ബൈബാക്ക് ഒക്കെ റിപ്പീറ്റാണ്. ബൈബാക്കിൽ നിന്ന് ഈ 2 മാർക്കിന് തന്നെ സാധാരണ ചോദിക്കാറുള്ളൂ. പിന്നെ പർച്ചേസ് കൺസിഡറേഷൻ എന്താണ്? അമാൽഗമേഷൻ ചാപ്റ്ററിൽ മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പർച്ചേസ് കൺസിഡറേഷൻ അല്ലേ. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് ഇൻട്രൻസിക് വാല്യൂ മെത്തേഡ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ? പർച്ചേസ് കൺസിഡറേഷൻ്റെ മെത്തേഡ്സ് നോക്കിയിരിക്കണം. അത് ചിലപ്പോൾ നമുക്ക് 4 മാർക്കിന് വരാറുണ്ട്. അത് മാത്രമല്ല, അതിൽ ഏതെങ്കിലും ഒരെണ്ണപ്പോൾ 2 മാർക്കിൻ്റെ അടുത്തും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 ചോദ്യങ്ങൾ അതിൽ നിന്ന് വന്നു. SLR എന്താണ്? ബാങ്കിങ് കമ്പനിയിൽ നിന്നുള്ള 2 മാർക്സിലെ റിപ്പീറ്റ് ആണ്. SLRO അതല്ലെങ്കിൽ CRRO റിപ്പീറ്റ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ദെൻ വാട്ട് ഈസ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഇൻ ബാങ്കിങ് കമ്പനി? സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്താണ്? നമ്മൾ ഇത്ര മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ട് റിസർവായിട്ട്. അപ്പോൾ 2 ചോദ്യങ്ങൾ കണ്ടോ, ബാങ്ക് എമ്മിൽ നിന്ന് 2 മാർക്സ് വന്നു. അടുത്തതും ബാങ്ക് കമ്പനി. NPA നോൺ പെർഫോമിംഗ് അസറ്റ് എന്താണ്? അഗെയിൻ ബാങ്കിങ് കമ്പനി. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ബാങ്കിങ് കമ്പനിയിൽ നിന്ന് എത്തി. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഡബിൾ ഇൻഷുറൻസ്? റിപ്പീറ്റ് ചോദ്യമാണ് ഇൻഷുറൻസിലത്തെ. റീ ഇൻഷുറൻസ്, ഡബിൾ ഇൻഷുറൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ 2 മാർക്സ്. ദെൻ വാട്ട് ഈസ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം? അഗെയിൻ ഇൻഷുറൻസ്. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്താണ്? അഗെയിൻ ഇൻഷുറൻസ്. അപ്പോൾ നോക്കിയേ, ഇതിൽ ചോദ്യങ്ങൾ 10 ചോദ്യങ്ങൾ ഇട്ടിട്ടുള്ളത്. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് 2 ചോദ്യങ്ങൾ, റീഷ്യൂ അതുപോലെ തന്നെ ബൈബാക്ക്. ദെൻ പിന്നെ പർച്ചേസ് കൺസിഡറേഷൻ നമ്മുടെ അമാൽഗമേഷനിൽ നിന്ന് 2 ചോദ്യങ്ങൾ.
പ്രപ്പോർഷൻ നോക്കിയാൽ കാണാം 2 ചോദ്യങ്ങൾ. ദെൻ ബാങ്കിങ് കമ്പനിയിൽ നിന്ന് 3 ചോദ്യങ്ങൾ, ഇൻഷുറൻസിൽ നിന്ന് 3 ചോദ്യങ്ങൾ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളും ബാങ്കിങ് കമ്പനിയും പഠിച്ചാൽ തന്നെ പാസ് മാർക്കിനുള്ള കിട്ടുന്നു. കാരണം ഇപ്പം നോക്കിയാൽ ഇതിൽ 3, 2, 5 മാർക്കിനുള്ള ചോദ്യങ്ങൾ ബാങ്കിങ്ങിൽ നിന്നും അത് മാത്രമല്ല ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും കിട്ടി. അതല്ലെങ്കിൽ എല്ലാ ചാപ്റ്ററിൻ്റെയും ബേസിക്സ് നോക്കിയാൽ തന്നെ നമുക്ക് 10 എണ്ണത്തിൽ 8 എണ്ണം കിട്ടും. അപ്പം മിനിമം ഒരു 5 എണ്ണം കിട്ടിയാൽ അവിടെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ നമുക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് ഈസി ആയിട്ട്. മനസ്സിലാവുണ്ടോ? ഇതാണ് വന്നിട്ടുള്ള ഇപ്പോൾ ഒരു 16 മാർക്സാണ് നമുക്ക് പാർട്ട് ബിയിൽ വരുന്നത്. അത് പരമാവധി സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് പാർട്ട് സി, ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. 6 എഴുതണം അല്ലേ? ഒരു ചോദ്യത്തിന് 4 മാർക്ക്. അപ്പോൾ അതിൽ 4 തിയറിയും 4 പ്രോബ്ലംസാണ് സാധാരണ കണ്ടുവരാറ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് മൊഡ്യൂൾ നന്നായിട്ട് പഠിക്കാൻ പറഞ്ഞാണ്, അതിൽ നിന്ന് റിപ്പീറ്റ് തിയറികൾ വരുന്നതാണ്. അത് തന്നെയാണ് നോക്കിയേ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ മെത്തേഡ്സ് ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻഷ്യൽസിൻ്റെ മെത്തേഡ്സ്, കണ്ടീഷൻസ് ഓഫ് ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, തിയറിയാണ്. ഫീച്ചേഴ്സ് ഓഫ് ബാങ്കിങ് അക്കൗണ്ടിങ് സിസ്റ്റം. അപ്പോൾ 3 തിയറി സിമ്പിളാണ്. ദെൻ നെക്സ്റ്റ് ബാങ്കിങ്ങിൽ തന്നെ ഡിസ്റ്റിങ്വിഷ് സ്റ്റാൻഡേർഡ് അസറ്റ്സ്, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് ആൻഡ് ലോസ് അസറ്റ്സ് ഇൻ ബാങ്കിങ് ബിസിനസ്. സാധാരണ നമുക്ക് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു എന്തെങ്കിലും ഏരിയ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഏരിയാസിലത്തെ പ്രൊവിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പ്രോബ്ലം അല്ലെങ്കിൽ തിയറിയാണ് സാധാരണ ഇതിൽ നിന്ന് വരാറ്. അപ്പോൾ ഇതിൽ നോക്കൂ, നിങ്ങൾ 4 ചോദ്യങ്ങൾ വന്നിട്ടുള്ള 2 എണ്ണം ഫസ്റ്റ് മൊഡ്യൂൾ, 2 എണ്ണം ബാങ്കിങ്ങാണ്. ഓക്കെ, പിന്നെ അപ്പോൾ 4 തിയറി കഴിഞ്ഞു. ഇനി അഗെയിൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ അവിടെ ഇൻഷുറൻസിൽ നിന്നുള്ള ഒരു പ്രോബ്ലമാണ് വന്നിട്ടുള്ളത്. ദെൻ ഞാൻ റിപ്പീറ്റായിട്ട് പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് ഉണ്ട്. കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിൻ്റെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അഗെയിൻ ബാങ്കിങ് കണ്ടോ. ദെൻ നെക്സ്റ്റ് റൈറ്റ് ഷെയർസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം വളരെ ഈസിയാണ് കേട്ടോ. വാല്യൂ ഓഫ് റൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ദെൻ ലാസ്റ്റ് വന്നിട്ടുള്ളത് ഡിബഞ്ചർ ഉണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിൽ നോക്കൂ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വരുന്നത് ഫസ്റ്റ് മൊഡ്യൂളും ബാങ്കിങ്ങും ആണ് ഇതിൽ വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ 2 മൊഡ്യൂളിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം എന്ന് പറയാൻ കാരണം. ഇനി എസ്സേ വരണ സമയത്ത് 2 ചോദ്യങ്ങൾ എഴുതണം, ഒരു ചോദ്യത്തിന് 15 മാർക്ക്. സോ അതിൽ ആദ്യം പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് അണ്ടർ ഷെഡ്യൂൾ 3 കമ്പനീസ് ആക്ട്. സിമ്പിൾ ഫൈനൽ അക്കൗണ്ടാണ് ഒരെണ്ണം വന്നിട്ടുള്ള കേട്ടോ. ഇത് വരാണെങ്കിൽ ഭാഗ്യം, സാധാരണ ഫൈനൽ അക്കൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം. ദെൻ പിന്നെ ബാങ്കിങ് കമ്പനി ഷുവർ എസ്സേ ആണ്. എല്ലാ പ്രാവശ്യം ബാങ്കിങ് കമ്പനിയുടെ ഒരു വരാറുണ്ട് ചോദ്യം. ഇതിപ്പോൾ പി ആൻഡ് അക്കൗണ്ട് മാത്രമാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. വളരെ ഈസിയാണ് കേട്ടോ ബാങ്കിങ് കമ്പനിയുടെ ഒരു പ്രോബ്ലം. പിന്നെ ഇൻഷുറൻസ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അമാൽഗമേഷൻ ചോദ്യം ഇട്ടില്ല. അമാൽഗമേഷൻ എന്ന് പറയുന്നത് ഘടാഘടികാണ്. ഇപ്പോൾ പുതിയ സിലബസുകാർക്ക് ഒന്നും ഇപ്പോൾ അമാൽഗമേഷൻ ഇല്ലാത്തതുകൊണ്ടാണോ ഇപ്പോൾ അമാൽഗമേഷൻ അവർ എടുത്ത് കളഞ്ഞ്. ലാസ്റ്റ് എക്സാമിൽ അമാൽഗമേഷൻ ചോദിച്ചിട്ടില്ല, റവന്യൂ അക്കൗണ്ടിൻ്റെ ഒരു പ്രോബ്ലമാണ് വന്നിട്ടുള്ളത്. ബട്ട് ഇതിനായിട്ട് മുമ്പുള്ള പഴയ ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അമാൽഗമേഷൻ കമ്പൽസറി ആയിരുന്നു. ഓക്കെ, അപ്പോൾ 3 എസ്സേയിൽ ബാങ്കിങ് വന്നു, ഇൻഷുറൻസ് വന്നു, ഫൈനൽ അക്കൗണ്ട് ഇട്ടു. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിങ് ഇടാം, ഇൻഷുറൻസ് ഇടാം, അമാൽഗമേഷൻ ഇടാം, എങ്ങനെ വേണമെങ്കിൽ ആവാം. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആ കാര്യം ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ചങ്ക് മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ നമ്പർ 1, അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിങ് ടോപ്പിക്കാണ്. ആദ്യം എന്താണ് ഇഷ്യൂ ഓഫ് ഷെയർസ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഡിബഞ്ചറിൻ്റെ ഇഷ്യൂ ഏരിയ, അതൊക്കെയാണ് നിങ്ങൾ ആദ്യം കവർ ചെയ്യേണ്ടത്. അതിനുശേഷം ബാങ്കിങ്. ഈ 2 മൊഡ്യൂളിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പാസ് മാർക്കിനേക്കാൾ കൂടുതൽ ലഭിച്ചിരിക്കും. ഇതാദ്യം പഠിച്ച് അവസാനിപ്പിക്കുക, അതിനുശേഷം ബാക്കിയുള്ള ഏരിയാസ് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലായില്ലേ, കിട്ടിയില്ലേ? ഇനി പഴയ ക്വസ്റ്റ്യൻ പേപ്പർ, അത് 2015 തന്നെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ പേപ്പർ കുറച്ചും കൂടി കട്ട് ചെയ്യുക, നല്ല ടഫാണ്, മനസ്സിലാവുണ്ടോ? ഇപ്പോൾ ലാസ്റ്റ് നടന്ന എക്സാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ടഫാണ് അത്. ഇപ്പോഴത്തെ എക്സാം കുറച്ചും കൂടി സിമ്പിളാണ്. അത് കാലഘട്ടം കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചും കൂടി സിമ്പിളാണത്. അന്നത്തേൽ ശരിക്കും പറഞ്ഞാൽ അമാൽഗമേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. നോക്കൂ, ആദ്യത്തേൽ നമ്പർ 1 കണ്ടോ, ജനറൽ എൻട്രി ടു ബി പാസ്ഡ് ബൈ
പർച്ചേസിങ് കമ്പനി ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ് ലിക്വിഡേഷൻ എക്സ്പെൻസസ്, നമ്മുടെ നേച്ചർ ഓഫ് പർച്ചേസ് അമാൽഗമേഷനിലെ ജേണൽ എൻട്രി എഴുതാൻ വേണ്ടിയിട്ടാണ്. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്താണ്, ഇൻട്രൻസിക് വാല്യൂ മെത്തേഡ് പർച്ചേസ് കൺസിഡറേഷനിൽ നേരത്തെ അത് 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനിൽ ക്യാപിറ്റൽ റിഡക്ഷനെ പറ്റിയുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊക്കെ അതിൽ നിന്ന് വന്നിട്ടുള്ള. പിന്നെ വാട്ട് ആർ പെർഫോമിങ് അസറ്റ്സ്, അത് ബാങ്കിങ് കമ്പനിയിലത്തെ. പിന്നെ ഇൻഷുറൻസിൽ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്, ഇൻഷുറൻസ് എന്താണ്, വാല്യൂഷൻ ബാലൻസ് ഷീറ്റ്, CRR എന്താണ്, ബൈബാക്ക്, മെൻഷൻ സോഴ്സസ്. ശരിക്കും പറഞ്ഞാൽ പഴയ പേപ്പറിൽ അമാൽഗമേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ബാങ്കിങ്, അങ്ങനെയാണ് പോകുന്നത്. ഇപ്പം നേരെ കുറച്ച് തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ 4 മാർക്സിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇൻഷുറൻസിൽ നിന്നുള്ള പ്രോബ്ലം, പിന്നെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് കമ്പൽസറി, എല്ലാ പേപ്പറിലും ഉണ്ട് പ്രോബ്ലം. പിന്നെ അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് മെർജർ പർച്ചേസ്, അതിൻ്റെ തിയറി കണ്ടോ. പഴയ പേപ്പറുകളിൽ അമാൽഗമേഷൻ വലിയ സംഭവമായിരുന്നു. ഇപ്പോൾ ഈ അമാൽഗമേഷൻ ടോപ്പിക്ക് MCOMലേക്ക് മാത്രം ഡിഗ്രിക്കാർ പഠിക്കണില്ല. ദെൻ വാട്ട് ഈസ് എ ഷെയർ, ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഷെയർസ്. പിന്നെ ഷെയറിൻ്റെ ഈ പറയുന്ന പ്രോബ്ലം അതിപ്പോൾ 4 മാർക്സിന് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചോദ്യത്തിൽ കുറഞ്ഞു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോഴത്തെ സിലബസ് പ്രകാരം സെക്കൻഡ് സെമസ്റ്ററിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ബട്ട് പഴയ നിങ്ങളുടെ സിലബസിൽ ഈ പറയുന്ന പ്രോബ്ലംസ് കമ്പൽസറി ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഷെയറിൻ്റെ ബേസിക് ക്വസ്റ്റ്യൻ കേട്ടോ 4 മാർക്കിന് വന്നു. അതുപോലെ തന്നെ വീണ്ടും 4 ഫീച്ചറിൻ്റെ പ്രോബ്ലം 4 മാർക്കിന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഴയതിൽ ഷെയറിൽ നിന്ന് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രോബ്ലമായിട്ട് വരാറുള്ളതാണ്. 2 ക്വസ്റ്റ്യൻസ് കണ്ടോ, 26ഉം 27. പിന്നെ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ഇട്ടുണ്ടല്ലോ, 24ത്തെ സെയിം ചോദ്യം തന്നെയാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ അമാൽഗമേഷൻ, ദി നേച്ചർ ഓഫ് മെർജർ ആൻഡ് അമാൽഗമേഷൻ. ചില ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു 2015 ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അപ്പോൾ അവിടെ അമാൽഗമേഷൻ വളരെയധികം ഇമ്പോർട്ടൻസ് കൂടുതൽ വന്നിട്ടുണ്ട്. എന്നാലും ഷെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് മൊഡ്യൂള് ബാങ്കിങ് കമ്പനി. ഇനി എസ്ഐയിലോട്ട് പോകുമ്പോൾ അഗെയിൻ പർച്ചേസ് കൺസിഡറേഷൻ എന്താണ്, മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് പർച്ചേസ് കൺസിഡറേഷൻ കണ്ടോ. അമാൽഗമേഷനാണ് കളി. ഇനി ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, സ്കീം ഓഫ് റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്രോബ്ലമാണ് പറഞ്ഞിട്ടുള്ളത്. അമാൽഗമേഷനും അതുപോലെ തന്നെ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു പഴയ പേപ്പറിൽ. അതാണ് ഇവിടെ കാണുന്നത്. സ്കീം ഓഫ് റീകൺസ്ട്രക്ഷൻ ഇത് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ്റെ ഒരു പ്രോബ്ലമാണ്. ബട്ട് ഇപ്പോൾ അതിൽ നിന്ന് വരലൊന്നും കമ്പാരിറ്റീവ്ലി കുറവാണ് ഇപ്പോഴത്തെ പേപ്പറുകളിൽ. പിന്നെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത്. ഓപ്പണിംഗ് എൻട്രീസ് മെർജർ അമാൽഗമേഷനിൽ നിന്ന് തന്നെയാണ് മറ്റൊരു എസ്സേ വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ പേപ്പറുകളാണ് പഴയത് വന്നിട്ടുള്ളത്. ബട്ട് 2021 ഏറ്റവും ലേറ്റസ്റ്റ് പേപ്പറിൽ ട്രെൻഡ് മാറ്റിയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങളുടെ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ലേറ്റസ്റ്റ് ട്രെൻഡ് പ്രകാരം ആണെങ്കിൽ ഈ ഒരു രീതിയിലാണ് പേപ്പർ വരുന്നത്. കാരണം ഫസ്റ്റ് മൊഡ്യൂള് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, ബാങ്കിങ് കമ്പനി സെക്കൻഡ് ഇമ്പോർട്ടൻസ്, അതിനുശേഷം ഇൻഷുറൻസ്, ഈ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ്, പിന്നെയാണ് അമാൽഗമേഷനൊക്കെ പോകുന്നുള്ളത്. പഴയ കാലഘട്ടത്തിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്തുള്ള കാലഘട്ടത്തിലാണെങ്കിൽ അമാൽഗമേഷൻ നമ്പർ 1 ആയിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാറി വന്ന ട്രെൻഡ് പിടികിട്ടിന്ന് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ രീതിയിൽ പഠിക്കാൻ, പ്രയോറിറ്റൈസ് ചെയ്യാൻ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽസ്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.